നമസ്കാരം, സൂമിംഗ് ലെൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സൂം ചെയ്യുന്നത് മലപ്പുറത്തിന്റെ സ്വന്തം ഗായകനും സംഗീത സംവിധായകനുമായിട്ടുള്ള ശ്രീ ശിവദാസ് വാര്യരെയാണ്. അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കയറാം. നമസ്കാരം. 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 ഞങ്ങളെ സൂമിംഗ് ലെൻസിലേക്ക് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ആദ്യമായിട്ട് ചോദിക്കട്ടെ, സാറിന്റെ ജന്മദേശം? എന്റെ ജന്മദേശം കോഴിക്കോട് ജില്ലയിലെ മുക്കം താമരശ്ശേരി ഭാഗം. അതെ, ആ ഭാഗത്താണ്. അമ്മ കിഴക്കേപ്പാട്ട് വാര്യം, അച്ഛൻ കക്കടോത്ത് വാര്യം. അപ്പം അമ്മയുടെ വീട്ടിലാണ് കിഴക്കേപ്പാട്ട് വാര്യം. അവിടെയാ ജനിച്ചത്. ഫാമിലി ഞാന്, വൈഫ്, മകൻ നിതാന്ത്, മോള് ശാശ്വതി. പിന്നെ ഏട്ടന്മാരുണ്ട്. 2 മക്കളാണ്. ദിവാകര വാര്യോ, സുകുമാര വാര്യോ, ഉണ്ണിമാത. കുറെ ഏട്ടന്മാരുണ്ടായിരുന്നു. അവരൊക്കെ കുറെ ആൾക്കാർ മരിച്ചുപോയി. പിന്നെ ചേച്ചിയുണ്ട്. അങ്ങനെ 4 പേരിപ്പം ഉള്ളിൽ. സംഗീതത്തിൽ കഴിവും താല്പര്യവും ഉണ്ട് എന്നുള്ളത് സ്വയം തിരിച്ചറിഞ്ഞത് എന്ന് മുതലാണ്? ഞാന് പിന്നെ കുഞ്ഞുകാലത്ത് തന്നെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് തൊട്ടടുത്ത് സിനിമാ തിയേറ്ററിന്ന്, സിനിമാ ടാക്കീസ്, മുക്കം PC ടാക്കീസ്, അവിടുന്ന് പാട്ട് കേൾക്കും. അപ്പൊ അതിങ്ങനെ ഏറ്റ് പാടും. അപ്പം ഞാൻ നാട്ടിൻപുറത്ത് അവിടെ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ പാടും, ഇത് കേട്ട് പാടും. നമ്മൾ സ്കൂളിൽ എത്തിയപ്പോൾ 1ാം ക്ലാസ് എത്തിയപ്പം എൻ്റെ ക്ലാസ് ടീച്ചർ സരോജിനി ടീച്ചർ അവൻ പാടുമല്ലോ എന്ന് പറഞ്ഞിട്ട് എന്നെ സ്റ്റേജിൽ കയറ്റി. അപ്പം അന്ന് ഞാൻ വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി എന്നുള്ള പാട്ട് പാടി. അപ്പം അന്ന് പ്രൈസ് കിട്ടി. അങ്ങനെ എനിക്കറിയില്ല, ഞാൻ ആരും പാടാൻ പറയുമ്പോൾ പാടുന്നതല്ലാണ്ട് പിന്നെയാണ് സിനിമാ കൊട്ടകന് പുറത്തേക്ക് കേൾക്കുമല്ലോ. അതെ. അവിടുന്ന് കേൾക്കുന്ന 5ഓ 6ഓ പാട്ടാണ് നമുക്ക് അറിയാം. അപ്പൊ അത് പാടും. പക്ഷെ അത് അങ്ങനെ പാടി ടീച്ചർ പറഞ്ഞപ്പോഴാണ് ഞാൻ പാടുന്നത്. വീട്ടിലൊക്കെ പാടുന്ന എന്തെങ്കിലുമൊക്കെ പാടും. പക്ഷെ അത് പാടാനുള്ള കഴിവ് എന്നൊന്നും നമുക്കറിയില്ല. ചെറിയ ക്ലാസ് 1ാം ക്ലാസ്സിൽ മുതൽക്ക്. സംഗീത പഠനം ഒക്കെ എവിടെയായിരുന്നു ഗുരു? സംഗീത പഠനം ഞാൻ ആദ്യമായിട്ട് കുറച്ച് മുതിർന്നിട്ടാണ് സംഗീതം പഠിക്കാൻ പോയത്. ഈ സ്കൂൾ എന്താ പറയാ, തിയേറ്ററിൽ നിന്ന് കേൾക്കുന്ന പാട്ട് പാടുന്നല്ലാതെ. ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ എൻ്റെ ഏട്ടൻ ട്രിവാൻഡ്രത്ത് ആര്യശാല ജോലി ചെയ്യുന്നു, ദിവാരേട്ടൻ. അപ്പം അവിടെ സംഗീത കോളേജ് പഠിക്കാമെന്ന് കരുതിയിട്ട് അവിടെ പോയി. അപ്പൊ അവിടുന്ന് ആദ്യമായിട്ട് എൻ്റെ അച്ഛൻ്റെ ഒരു അമ്മാവനായ രാഘവ വാര്യർ, അദ്ദേഹത്തെ അടുത്ത് കുറച്ച് സംഗീതം പഠിച്ചു. അപ്പോഴേക്കും ഏട്ടന് ട്രാൻസ്ഫർ ആയി നാട്ടിലേക്ക്. അപ്പൊ എനിക്ക് അവിടെ അപ്പോഴേക്കും ഞാൻ സംഗീത കോളേജ് ചേർന്നു, ഫസ്റ്റ് റാങ്ക് കൂടി ചേർന്നു. പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, തിരിച്ചു പോന്നു. വീണ്ടും കോളേജിൽ PSMO, മലപ്പുറത്ത് PSMO കോളേജിൽ ചേർന്നു. അപ്പൊ കോളേജ് പഠിക്കുമ്പോൾ ഞാൻ പാട്ട് പാടിയിരുന്നു, ശാസ്ത്രീയമായിട്ട് പഠിച്ചിരുന്നില്ല. അപ്പൊ അങ്ങനെയാണ് ആദ്യമായിട്ട് പഠിക്കുന്നത്. അങ്ങനെയാണ്. പിന്നെയാണ് കോട്ടക്കിലാണ് പിന്നെ താമസിച്ചത്. അച്ഛൻ്റെ മരുമകള് PK വാര്യരുടെ വൈഫാണ്, മാധവിക്കുട്ടി. അപ്പം അവരൊക്കെ കാരണം ഞങ്ങൾ കോട്ടക്കിലേക്ക് താമസം മാറി. അങ്ങനെ കോട്ടയ്ക്കിൽ നിന്നാണ് അലനല്ലൂർ കുഞ്ഞിരാഭാവർ അവിടെ പാട്ട് പഠിപ്പിക്കാൻ വരും. ചെമ്പിയുടെ ശിഷ്യനാണ്. കുറെ കാലം അവിടെ പഠിച്ചു. പിന്നെ കോളേജിൽ അവിടെ നിന്നാണ് പോയത്, PSMO കോളേജിൽ. പിന്നീട് കുറെ കഴിഞ്ഞിട്ട് പാലാസിക്ക് രാമേന്ദ്രൻ, അദ്ദേഹം ഷമ്മാൻകുടിയുടെ ശിഷ്യനാണ്. കുറെ കാലം അദ്ദേഹത്തിന് എടുത്ത് പഠിച്ചു. പിന്നെ കുറച്ചു കാലം KG മാരാർ, ഇവരൊക്കെ ഓൾ ഇന്ത്യ റേഡിയോയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. KG മാരാർ, അദ്ദേഹം ടൈഗർ വരദാചാര്യർ എന്നൊരു സംഗീതജ്ഞനുണ്ട് പണ്ടത്തെ, അദ്ദേഹത്തിന്റെ ശിഷ്യനാണ്. അപ്പൊ 3 സംഗീത പാരമ്പര്യം നമുക്ക് അനുഭവിക്കാൻ ഭാഗ്യമുണ്ടായി. പിന്നെ കുറെ ആയിട്ട് പഠിത്തം നിർത്തി. പിന്നെ പഠിത്തം നിൽക്കാൻ പറ്റില്ല, നമ്മൾ സ്വയം പിന്നെ പഠിക്കാൻ തുടങ്ങും. പിന്നെ കുട്ടികളെ അതെ, പിന്നെ കുട്ടികളെ പാട്ട് പഠിക്കുന്ന ജോലി വേണ്ടെന്ന് വെച്ചു. മോൾക്കോ ആർക്കെങ്കിലും സംഗീതവാസന? മോൾക്ക് സംഗീതവാസന ഉണ്ട്. അവള് നന്നായി പാടുന്നുണ്ട്, ശാശ്വതി. അപ്പം അവളെ തൊഴിലും സംഗീതം തന്നെയാണ്. പഠിപ്പിക്കുന്നുണ്ട്, ഒന്ന് യൂട്യൂബ് ചാനലൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഗുരു അച്ഛൻ തന്നെ? ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, അവളും പഠിപ്പിക്കുന്നുണ്ട്, നന്നായി പാടുന്നുണ്ട്. സംഗീതത്തിന് പുറമെ സിനിമയിലും ഒരു പരീക്ഷണം നടത്തിയിട്ടുണ്ട്. എനിക്ക് സിനിമാ ഭ്രാന്ത് നന്നായിട്ടുണ്ടായിരുന്നു. അഭിനയിക്കണം. പത്രത്തിലൊക്കെ പരസ്യം കാണും, പുതുമുഖങ്ങളെ ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ അയക്കും. അപ്പൊ മിക്ക പിന്നെ പരസ്യം ചെല്ലുമ്പോഴും അവരെന്നെ സെലക്ട് ചെയ്യും. മിക്ക പടത്തിലും നായകനോ, ഞാൻ ഇതിനു മുമ്പേ നല്ല തടിയും മുടിയും ഒക്കെ ഉള്ള ആളായിരുന്നു, കുറച്ചും കൂടെ നല്ല ആളായിരുന്നു. അപ്പൊ അത് കാരണം എനിക്ക് സെലക്ഷൻ കിട്ടാറുണ്ട്. പിന്നെ അവസാനം അങ്ങനെ പിന്നെ ചിലർ പൈസ ചോദിക്കും. അപ്പൊ ഞാൻ മെല്ലെ പിന്മാറും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹരിഹരൻ സാറിനെ, ഞാൻ മദ്രാസിൽ പോയി, കോട്ടക്കലെ ആര്യവൈദ്യശാലയിൽ ജോലി വേണ്ട വെച്ചിട്ട് മദ്രാസിൽ പോയി. അങ്ങനെ അവിടെ ചെന്നിട്ട് കുറെ സംവിധായകനെ കണ്ടു. ആ കൂട്ടത്തിലാണ് നമ്മളെ ഹരിഹരൻ സാറിനെ കണ്ടു. ഹരിഹരൻ സാർ പിന്നെ നല്ലൊരു എൻ്റെ ഒരു ഏട്ടനെ പോലെ എനിക്ക് തോന്നി. അദ്ദേഹം പറഞ്ഞു, എനിക്കിപ്പം വർക്കൊന്നുമില്ല, വർക്ക് വരുമ്പോൾ വിളിക്കാൻ പറഞ്ഞു. അപ്പൊ അഡ്രസ്സ് പോലും വാങ്ങിച്ചിട്ടില്ല. പക്ഷെ എന്നെ പരിണയത്തിൽ വിളിച്ചു അഭിനയിക്കാൻ. കോലത്ത് മാധവൻ ഭട്ടതിരി പാടുന്ന ഒരു ക്യാരക്ടർ. അതിനു മുമ്പ് ഞാൻ
ഈ പരസ്യത്തിൽ കണ്ടിട്ട് പോയിട്ട് സ്വാമി ശ്രീനാരായണ ഗുരു എന്നൊരു പടത്തില് എനിക്ക് ടൈറ്റിൽ വേഷം കിട്ടി. ശ്രീനാരായണ ഗുരുവിന്റെ യൗവനകാല വേഷം കിട്ടി. അതില് എനിക്ക് അന്നൊരു 1,100 ഉറുപ്പിക തന്നു. ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് ഒരു പ്രതിഫലം. അത് കൃഷ്ണസ്വാമി. അദ്ദേഹം ഇപ്പം അദ്ദേഹത്തിന്റെ മകനൊക്കെ വിളിച്ചിരുന്നു. അപ്പൊ ആ ബന്ധം ഇപ്പോഴും ഉണ്ട്. അപ്പൊ അങ്ങനെ ആ പടത്തിലാണ് ആദ്യമായിട്ട് തുടക്കം ഹരിഹരൻ സാറിന്റെ കൂടെയാണ്. അതെ അതെ. അതിന് മുമ്പേ ഒരു മിഥുൻ ഇല്ലേ, ഭയങ്കര ഒരു മിഥുൻ, കോട്ടക്കൽ മിഥുൻ ഉണ്ട്. മിഥുന്റെ അച്ഛൻ മൂന്തേട്ടൻ ഒരു സിനിമ എടുത്തിരുന്നു, ശങ്കർ, ഞാന്, നളിനി. ഞാന് സെക്കൻഡ് ഹീറോ, ഞാൻ വില്ലൻ, ശങ്കർ ഹീറോ ആയിട്ട്. നളിനിയാണ് ഞങ്ങളുടെ ഇടയ്ക്കുള്ള ക്യാരക്ടർ. അത് 8 ദിവസത്തെ ഷൂട്ടിങ് കഴിഞ്ഞു. പണം തികയായിട്ടുണ്ട്, നിന്നുപോയി. 8 ദിവസത്തെ ഷൂട്ടിംഗ് കൂടെ നിന്നുപോയി. മിഥുൻ ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. സംഗീതത്തിലും ഗാനരചനയിലും 60-കൾ മുതൽ ഇങ്ങോട്ടുള്ള ഒരു മാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത്? സംഗീതം എന്ന് പറഞ്ഞാൽ ഏത് കാലത്തും സംഗീതം ഒന്നാണ്. പക്ഷെ ആളുകളുടെ ടേസ്റ്റും അനുസരിച്ച് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ളൊരു മാറ്റം മാത്രം. 60കളുടെ സംഗീതം ഇന്നിപ്പം പലർക്കും ഇഷ്ടമായിക്കൊള്ളുന്നില്ല. പക്ഷെ ഇന്ന് റിയാലിറ്റി ഷോയിലൊക്കെ അങ്ങനത്തെ പാട്ടുകളാണ് വരുന്നത്. അത് വേറെ കാര്യം. കാരണം ഒന്നാമത് പുതിയ ടൈപ്പ് സംഗീതം പലർക്കും, പഴയ ആൾക്കാർക്കൊന്നും ഇഷ്ടമില്ല. അതങ്ങനെ തന്നെയാണ്. പഴയ ചിന്താഗതിക്കാർക്ക് പുതിയ ഇഷ്ടമില്ല, പുതിയ ആൾക്കാർക്ക് പഴയതും ഇഷ്ടമില്ല. അപ്പം ഇത് മാറിക്കൊണ്ടിരിക്കും, അത് സ്വാഭാവികമാണ്. അപ്പൊ അതിനെപ്പറ്റി പ്രത്യേകിച്ച് അതാണ് നല്ലത് ഇതാണ് നല്ലത് പറയാൻ പറ്റില്ല. ഇന്നത്തെ ആൾക്കാർ, ഇപ്പൊ എന്റെ മോളുടെ കുട്ടിയൊക്കെ ഇന്നത്തെ പാട്ട് കേൾക്കുമ്പോഴാണ് പഴയ പാട്ട് ഹേ എന്ന് പറയും. അല്ല, അന്നത്തെ തലമുറയ്ക്ക് അത് പുതിയതായിരുന്നു. അതാണ്, നമുക്കാണ് ഇപ്പൊ അത് പഴയതായത്. അത്രേ ഉള്ളൂ. അതാ നമ്മൾ ആസ്വാദനത്തിന്റെ നിലവാരം അനുസരിച്ച് അതാണ് നല്ലത് ഇതാണ് നല്ലതെന്ന് നമ്മൾ പറയണമെന്നേ ഉള്ളൂ. എല്ലാം സംഗീതമൊക്കെ ശബ്ദത്തിന്റെ വ്യതിയാനങ്ങൾ തന്നെയല്ലേ എല്ലാം. അത് കേൾവിക്കാരന്. പക്ഷെ എന്നാലും ഈ എന്താ പറയാ, ഉപകരണങ്ങളുടെ സംഗീതത്തിൽ മുങ്ങിപ്പോണില്ലേ ഇപ്പോഴത്തെ? ഇല്ല, അതും ഒക്കെ ഈ ഇതിന്റെ ഭാഗത്തുള്ളതാണ്. ഇപ്പൊ ഉപകരണങ്ങൾ ഇല്ലാതെ ആൾക്കാർ കേൾക്കാൻ താല്പര്യമില്ല ഇപ്പോഴത്തെ തലമുറയ്ക്ക്. അപ്പം മുങ്ങിപ്പോന്നു എന്നത് പഴയ ആൾക്കാരെ പറയുള്ളൂ. അല്ല, നമുക്ക് അത് വരികൾ എന്താന്നുള്ളത് ഒരു പക്ഷെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. അവർക്ക് വരികളല്ല പ്രാധാന്യം, അവർക്ക് ടോട്ടൽ സംഗീതത്തിന് ടോട്ടൽ മട്ടാണ് അവർക്ക് പുതിയ ആൾക്കാർ താല്പര്യം. പക്ഷെ അല്ല, ഈ പുതിയ ആൾക്കാർ പഴയ ആസ്വദിക്കുന്നു കേട്ടോ. നമ്മളൊക്കെ പഴയ കാലത്ത് വരികളെ അർത്ഥവും അതിനനുസരിച്ചുള്ള ട്യൂണൊക്കെ സങ്കല്പത്തിൽ അതാണ് നമ്മൾ നല്ലത്. പക്ഷെ പുതിയ ആൾക്കാർക്ക് അത് അങ്ങനെ നല്ലതായിക്കോളുന്നില്ല. അപ്പോൾ കുറ്റം പറയാൻ വയ്യ. പക്ഷെ ഇപ്പൊ റിയാലിറ്റി ഷോയില് ചെറിയ കുട്ടികളാണെങ്കിലും അവരുടെ അമ്മമാര് പോലും അച്ഛന്മാര് പോലും ജനിക്കുന്നതിന് മുന്നുള്ള പാട്ടുകളാണ് ഇപ്പോഴും മത്സരത്തിൽ പാടുന്നത്. പഴയ പാട്ട്. അതൊരു നല്ല കാര്യം. എന്താ അറിയോ, പഴയ പാട്ട് മരിക്കാതിരിക്കില്ലോ. ചെറിയ കുട്ടികളുടെ പഴയ പാട്ട് മരിക്കാതിരിക്കും. അങ്ങനെ ഗുണമുണ്ട്, നല്ല കാര്യമല്ലത്. ഏത് രംഗത്താണെങ്കിലും ഒരു ഐഡന്റിറ്റി, അനന്യത അല്ലെങ്കിൽ വ്യക്തിത്വം എന്ന് പറഞ്ഞിട്ടൊന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഒരു ഇല്ലായ്മ അല്ലെങ്കിൽ പോരായ്മ എന്ന് പറയുന്നത് ഈ സംഗീതത്തിനെ ബാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആളുകളുടെ ഒരു ആസ്വാദനത്തിനെ ബാധിക്കുന്നുണ്ടോ ശബ്ദത്തിലെ? അല്ല, ഒരു വ്യക്തിത്വം, ഒരു വ്യക്തിക്ക് ആ വ്യക്തിത്വം അയാളുടെ സംഗീതത്തില്, അയാളുടെ വർത്തമാനത്തില്, പെരുമാറ്റത്തിലൊക്കെ കാണും. അപ്പം ഒരാൾ ട്യൂൺ ചെയ്യുമ്പോൾ, ഒരു പാട്ട് ട്യൂൺ ചെയ്യുമ്പം, ഒരു സംഗീത സംവിധായകൻ ട്യൂൺ ചെയ്യുമ്പം അദ്ദേഹത്തിന്റെ വ്യക്തിത്വം ആ പാട്ടിന്റെ ഒരു റിസൾട്ട് ഉണ്ടാവും. വ്യക്തിത്വം പറഞ്ഞാൽ അയാൾ എന്തൊക്കെയാണോ, ആ വ്യക്തി എന്തൊക്കെയാണോ ധരിച്ചിരിക്കുന്നത്, അതിൽ നിന്നാണല്ലോ ഈ പ്രൊഡക്റ്റ് വരുന്നത്. അപ്പം അതാണ് വ്യക്തിത്വം. അദ്ദേഹം എന്ത് മനസ്സിലാക്കുന്നു. ശബ്ദത്തിലെ ഒരു വ്യക്തിത്വം ഉണ്ടല്ലോ, ഒരു ഐഡന്റിറ്റി. നമുക്ക് പഴയ കാലത്ത് യേശുദാസ്, ജയചന്ദ്രൻ, ബ്രഹ്മാനന്ദൻ എന്ന് വേണ്ട പഴയ എല്ലാവരും നമുക്ക് സെപ്പറേറ്റ് തിരിച്ചറിയാൻ കഴിയും എന്നാണ് പാടുന്നത് എന്നുള്ളത്. ശബ്ദം കേട്ടാൽ നമുക്ക് തിരിച്ചറിയാം. ഗായികമാരുടെയും കാരണമുണ്ട്. അവരെ ധാരാളം പാട്ട് നമ്മൾ നിരന്തരം കേൾക്കുകയാണ്. അപ്പൊ അവരെ ശബ്ദം നമ്മളിൽ പതിഞ്ഞിരിക്കും. അല്ല, ശബ്ദത്തിന് വ്യത്യാസം ഉണ്ടല്ലോ ശരിക്കും. അവരുടെയൊക്കെ ഒരു കോമൺ ആയിട്ട് തോന്നണില്ലല്ലോ. ഗായികമാരുടെ അങ്ങനെ തന്നെയാണ്. സുശീല, വാണിജ്യറാം, നമ്മൾ തിരിച്ചറിയുന്നു. വ്യത്യാസം. ഇപ്പൊ പീലയുടെ വോയിസ് നമ്മൾ തിരിച്ചറിയുന്നു. എന്തുകൊണ്ട്? എത്രയോ പാട്ടുകൾ, അവരുടെ പാട്ട് നമ്മൾ കേൾക്കുന്നു. ഇന്നത്തെ പല ഗായകരുടെയും വളരെ കുറച്ച് പാട്ട് കേൾക്കുന്നു. അപ്പൊ അവരുടെ ശബ്ദം നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലാൻ തക്കവണ്ണം പാട്ടുകൾ അവർക്ക് കിട്ടിയില്ല. ധാരാളം കേൾക്കും. ഇപ്പൊ ജയന്തന്റെ പാട്ടും യേശുദാസിന്റെ പാട്ടൊക്കെ നമ്മൾ എടുത്തു പറയുന്നു. അവരെ ധാരാളം പാട്ട് നമ്മൾ കേൾക്കുന്നു. അപ്പൊ ഏത് സമയത്തും നമ്മൾ അവരെ ശബ്ദം നമ്മളെ മനസ്സിലാണ്. അപ്പം അതാണ് തിരിച്ചറിയുന്നത്. മറ്റേ 1-2 പാട്ട് പാടി പോയ ആൾക്കാരെ തിരിച്ചറിയുന്നില്ല. പക്ഷെ പാട്ട് പോപ്പുലർ ആയി എങ്കിൽ
ആ പാട്ട് ഓർക്കും അല്ലാണ്ട് ആ വ്യക്തിയെ ഓർക്കാൻ പറ്റിക്കോണമെന്നില്ല. ധാരാളം പാട്ട് വരുമ്പോൾ പ്രശ്നമില്ല. ഇന്നത്തെ അങ്ങനെ ധാരാളം പാട്ട് ഒരു വ്യക്തിക്ക് കിട്ടിക്കോണമെന്നില്ല. അന്നത്തെ കാലഘട്ടം കഴിഞ്ഞു. ഒരു സിനിമയിൽ തന്നെ ഒരുപാട് ഗായകർ പാടാറുണ്ടായിരുന്നു. അതെ അതെ, ഒരു സിനിമയിൽ തന്നെ 5ഉം 8ഉം പാട്ടൊക്കെ ഉണ്ടായിരുന്ന കാലമുണ്ട് അല്ലേ? അതെ. അപ്പം ആ വ്യത്യാസം ഇപ്പൊ ഒരു ജയേന്ദ്രന്, ഒരു ബ്രഹ്മാനന്ദന്, ഒരു യേശുദാസ്, ഒരു സുശീല, ഒരു എസ് ജാനകി, ആ കാലത്ത് ഇങ്ങനെ വിരലുണ്ടാവുന്ന കുറച്ച് ആൾക്കാരുള്ളൂ. അവരെ പാട്ട് മാറി മാറി നമ്മൾ കേൾക്കുന്നു. അപ്പൊ അത് നമ്മളെ മനസ്സിൽ പതിയും. അത്രയേ ഉള്ളൂ. ഇപ്പൊ ശബ്ദത്തിലെ വ്യക്തിത്വം ഉണ്ടായിട്ടും അല്ലെങ്കിൽ ഭാവതീവ്രത ഉണ്ടായിട്ടും എന്താ പറയാ മിന്നിത്തിളങ്ങാൻ കഴിയാതെ പോയിട്ടുള്ള ഒരു ഗായകനാണ് കൃഷ്ണചന്ദ്രൻ എന്നുള്ള ഗായകൻ. അപ്പോ ഇത് ഈ ഒരു രംഗത്തിൽ ഭാഗ്യത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, ഭാഗ്യത്തിന് വിശ്വസിക്കില്ല. നമ്മൾ ഭാഗ്യം പേരിലാണ്. അതിപ്പോ നമ്മൾ ഒരു അവസരം കിട്ടുമ്പോൾ, ഒരു അവസരം കിട്ടാൻ നമുക്ക് പല വിധത്തിലുള്ള കോണ്ടാക്ട്സ് വേണം. കോണ്ടാക്ട്സ് ചെല്ലിയ കഴിവുണ്ടായിട്ടും കാര്യം. ഇപ്പം സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ ഇപ്പം എവിടെയാണോ കൂടുതൽ ഷൂട്ടിംഗ് നടക്കുന്നത്, അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് എവിടെയാണോ അവർക്ക് പെട്ടെന്ന് നമ്മൾ വിളിച്ചാൽ കിട്ടുന്ന ഏരിയയിൽ വന്ന് താമസിക്കണം അഭിനയിക്കുന്ന ആൾക്കാര്. അതുകൊണ്ട് ദൂരെ എവിടെയെങ്കിലും പോയി നിന്നിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് പണ്ടത്തെ ആൾക്കാർ മദ്രാസിലായിരുന്നു പണ്ടൊക്കെ ഷൂട്ടിംഗ് നടന്നിരുന്നത് അല്ലേ? അപ്പൊ എല്ലാവരും, എല്ലാ താരങ്ങളും, എല്ലാ ആർട്ടിസ്റ്റുകളും മദ്രാസ് പോയി താമസിക്കും. അതെ, പാട്ടുകാരാണെങ്കിലും നടന്മാരാണെങ്കിലും അവിടെ പെട്ടെന്ന് വിളിക്കുമ്പോൾ ഇന്നയാളെ വേണം നിർമ്മ കിട്ടണം. അല്ലാണ്ട് ഇയാളെ വിളിച്ചിട്ട് പിന്നെ 2 ദിവസം യാത്ര ചെയ്ത് വരാൻ അവര് മെനക്കെടുന്നില്ല. അപ്പം അങ്ങനെ ഒരു സംഭവമാണ്. പെട്ടെന്ന് പലരും, പല ഗായകരും പറയാറുണ്ടല്ലോ, മറ്റൊരാളുടെ കാരണം കൊണ്ടാണ് എനിക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടത്, അങ്ങനെ പറയുന്ന പല ഗായകരുണ്ട്. ദാസേട്ടനൊക്കെ കുറെ ആൾക്കാർ പോലെ അങ്ങനൊന്നുമില്ല. കാരണം ദാസേട്ടന്റെ ഒരു വോയിസ് ഇപ്പൊ ആർക്കുള്ളത്? അപ്പം അതിനെ മറികടക്കാൻ ആ വോയിസ് വേണം സിനിമയ്ക്ക് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ വിളിക്കുക. അപ്പം അത്രയും വോയിസ് ഇല്ലാത്ത ആൾക്കാർ ചിലപ്പോൾ കിട്ടിക്കോണമെന്നില്ല. പക്ഷെ എന്തെങ്കിലും വെറൈറ്റി ആണ്. അപ്പൊ ജയേന്ദ്രൻ, ദാസേട്ടനും ജയേന്ദ്രനും രണ്ടും 2 ടൈപ്പ് ശബ്ദ, അതുകൊണ്ട് കിട്ടുന്നു. അല്ല ഇപ്പൊ ദാസേട്ടൻ അനുകരിക്കുന്ന ആൾക്ക് ഇപ്പം അവസരം കിട്ടിക്കോണമെന്നുണ്ടാവില്ല. ദാസേട്ടന്റെ വോയിസിൽ കുറെ ആൾക്കാർ ഇപ്പൊക്കെ ഉണ്ട്. അതിന്റെ ആവശ്യമില്ലല്ലോ, ദാസേട്ടൻ ഉണ്ട്. അതെ അതെ, അതൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. അപ്പം മറ്റുള്ള അവസരം ഇപ്പൊ ഉണ്ട്, കുതികാൽവട്ടൊക്കെ ഉണ്ട്, രംഗത്തുണ്ട്. നമ്മൾ കുറെ അനുഭവിച്ചതാണ്, അതൊക്കെ ഉണ്ട്. അപ്പം മത്സരിക്കാൻ താല്പര്യമില്ലാത്തവര് പിന്മാറുന്നവൻ അവിടെ അടങ്ങിയിരിക്കും. മത്സരിക്കാൻ താല്പര്യമുള്ളവൻ, ഫൈറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവൻ ചെന്ന് കയറി ഹെഡ് ചെയ്തിട്ട് കിട്ടും. അങ്ങനത്തെ ആൾക്കാരുണ്ട്. പക്ഷെ ഒരു സംവിധായകൻ ഒരാളെ കൊണ്ട്, ഒരു പുതിയൊരാളെ കൊണ്ട്, അല്ലെങ്കിൽ കുറച്ച് പിന്നോട്ട് നിൽക്കുന്ന ഒരാളെ കൊണ്ട് പാടിക്കണം, അല്ലെങ്കിൽ ഗായികയെ കൊണ്ട് പാടിക്കണം എന്ന് തീരുമാനിക്കുമ്പോൾ ഇപ്പൊ പ്രൊഡ്യൂസർ, സംവിധായകൻ, ഗാനരചയിതാവ്, അവരുടെയൊക്കെ ഇടപെടൽ അതിനകത്തുണ്ട്. ഇടപെടൽ ഇഷ്ടം പോലെ ഉണ്ട്. അത് ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ മ്യൂസിക് ഡയറക്ടർക്ക് ഒരു പുതിയ ആളെ പാടിപ്പിക്കണം തോന്നുമ്പം അദ്ദേഹത്തിന് ഇഷ്ടം മാത്രം നോക്കാൻ പറ്റില്ല. ചിലപ്പോൾ പ്രൊഡ്യൂസർ നോക്കണം, അല്ലെങ്കിൽ പിന്നെ അതിന് ഡയറക്ടർ പറയണം. പിന്നെ പല ഇഷ്ടങ്ങളുണ്ട്. അതിൽ ഇന്നയാള് അഭിനയിക്കാൻ, ഇന്ന പാടണമെന്ന് പറഞ്ഞെങ്കിൽ അവരുടെ ഇഷ്ടങ്ങൾ, അവർക്ക് ഈ വ്യക്തിയോട് ഏതെങ്കിലും താല്പര്യം വേണം. ഇനിയിപ്പോ കുറച്ച് കഴിവില്ലെങ്കിലും അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ കഴിവില്ലാത്തവനെ പോലും മുന്നോട്ട് കൊണ്ടുവരാൻ അവർക്ക് സാധിക്കും. അത്രയ്ക്കേ ഉള്ളൂ. ഇതിന് ഭാഗ്യമൊന്നോ നിർഭാഗ്യമൊന്നും പറഞ്ഞ അർത്ഥമില്ല. അങ്ങനെയാണ് ഓരോ അവസ്ഥകൾ, അങ്ങനെയാണ്. ചില അത് വിശ്വസിക്കുന്ന ആൾക്കാർ അത് പറയും, നമ്മൾ അങ്ങനെ പറയും, ഇത് ഭാഗ്യമാണ് നിർഭാഗ്യമാണ് പറയും. അല്ലാത്തവരും ഇങ്ങനെ ഞാൻ പറയുന്ന പോലെ ഓരോ വ്യക്തികളുടെ ഇടപെടലുകൾ കൊണ്ട് എല്ലാ ഇടപെടലും തന്നെയാണ്. അതെ അതെ, സംവിധാനം ചെയ്ത പാട്ട് തന്നെയാണെന്നാണ് എന്റെ ഒരു ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു 2-3 പാട്ടുകൾ എനിക്ക് വളരെ പ്രിയപ്പെട്ട പാട്ടുകളുണ്ട്. ഒന്ന് വെറുതെ ഞാനൊന്ന് നോക്കി. വെറുതെ ഞാനൊന്ന് നോക്കി, അത് പലർക്കും ഇഷ്ടമായി എന്ന് കേൾക്കുന്ന സന്തോഷം. ഞാനൊന്നു നോക്കി പിൻവിളി കേട്ടപ്പോ പാടുന്നുണ്ടല്ലോ. ഇത് നമ്മള് നീന ശബരീഷ് മലപ്പുറത്ത്, അവരാണ് രചിച്ചിരിക്കുന്നത്. ആ കുട്ടി കുറച്ചു കാലം എൻ്റെ അടുത്ത് പാട്ട് പഠിച്ചിരുന്നു. അത് കുറെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നു, ഒരു ഗസൽ മൂഡില്. അത് ചിലപ്പോ പാട്ടുണ്ട് തരൂ പറയും, അല്ലെങ്കിൽ പാട്ട് തരും. അപ്പൊ ഞാൻ അതിന് ഇവരെ ട്യൂൺ ചെയ്യും. വെറുതെ ഞാനൊന്ന് നോക്കി എന്നുള്ള ആ പാട്ടൊന്നൊരു 4 വരി. വെറുതെ ഞാനൊന്നു നോക്കി പിൻവിളി കേട്ടപ്പോൾ നീയും തിരിഞ്ഞു നോക്കി, ആടുന്ന വേഷം മറന്നുപോയി, രംഗമൊരു നിമിഷത്തേക്കു മൂകമായി, നമ്മളറിയാതെ കണ്ണുകൾ പെയ്തു പോയി. ഒരു ഇപ്പൊ പണ്ട് കാലത്ത് പാട്ടുകളായിരുന്നല്ലോ ജനങ്ങളെ തിയേറ്ററിലേക്ക് എത്തിച്ചിരുന്നത്. ഇപ്പൊ അത്രയും പ്രാധാന്യം പാട്ടുകൾക്ക് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അതല്ല ഞാൻ പറഞ്ഞേ, മാറ്റങ്ങൾ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കും. ഒന്നിനും നിലനിൽപ്പില്ല. ഒരു കാലത്ത് പാട്ടിന് ഇമ്പോർട്ടൻസ് സിനിമയിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് മാറി മാറി. ഇപ്പൊ പണ്ട് കാസറ്റ് ഉണ്ടായിരുന്നില്ലേ? ഇപ്പൊ കാസറ്റ് എവിടെയുണ്ടോ? പിന്നെ CD വന്നു. CD ഇപ്പൊ എവിടെയുണ്ടോ? ഇപ്പൊ പാട്ടിന് പ്രാധാന്യമൊന്നുമില്ല. പാട്ട് വേണമെങ്കിൽ ആവാം,
പണ്ട് പാട്ടിനെ വെച്ച് മാർക്കറ്റ് ചെയ്തു. അന്നത്തെ ചിന്ത അങ്ങനെയായിരുന്നു, ട്രെൻഡ് അങ്ങനെയായിരുന്നു. ഇപ്പൊ ആ ട്രെൻഡ് ഇല്ല, ചിന്ത ഇല്ല. ഇപ്പൊ ആളുകൾ പാടിക്കൊണ്ട് നടക്കണം എന്നാണ് ദേവരാജ മാഷ് ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അത് അങ്ങനെ ആയിരിക്കണം പാട്ടുകൾ, സിനിമാ പാട്ടുകൾ എന്നുള്ളത്. പക്ഷെ ലളിതഗാനം എന്ന് പറയുന്ന ഒരു ശാഖ ഉണ്ടല്ലോ, കുട്ടികൾ മത്സരങ്ങൾക്കാണെങ്കിലും അല്ലാതെ ആണെങ്കിലും. പക്ഷെ അതൊന്നും ലളിതമായിട്ടല്ല തോന്നുന്നത്, ഒരുപാട് പ്രയാസപ്പെട്ട് പാടുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. ലളിതഗാനം എന്ന പേരുണ്ടെങ്കിലും കൂടിയിട്ട് അത് കാരണമുണ്ട്. ഈ നമ്മള് മത്സരത്തിന്റെ ഒരു ചിന്ത ഉണ്ടല്ലോ, ഇന്ന ടൈപ്പ് പാട്ടായാലേ മത്സരത്തിൽ വിജയിക്കൂ എന്നൊരു ധാരണ എവിടെയോ വന്നുകൂടിയുണ്ട്. അപ്പം ലളിതഗാന മത്സരത്തിന് കുറച്ച് ക്ലാസിക്കൽ ടച്ച് കൊടുത്ത് പാടുമ്പം അതിനാണ് കുട്ടികൾക്ക് മാർക്ക് പലരും കൊടുക്കുന്നത്. പക്ഷേ ലളിതഗാനം ജഡ്ജ് ചെയ്യുമ്പം ലളിതഗാനമായിട്ട് കാണാൻ കഴിയുന്ന ജഡ്ജസ് ഇരിക്കുമ്പോഴേ അതിന് ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ മിക്ക ആൾക്കാരും ക്ലാസിക്കൽ ബേസുള്ള ജഡ്ജസ് ആണെങ്കിൽ അവർ ക്ലാസിക്കൽ ഛായ കൂടുതൽ കിട്ടുന്ന പാട്ടുകൾക്കാണ് അവർ കൊടുക്കുക. അത് വലിയൊരു അപകടം തന്നെയാണ്. ക്ലാസിക്കലേ കൊടുക്കുക. ലൈറ്റ് സോങ് ലൈറ്റായിട്ട്, ലൈറ്റ് പാട്ടാൻ ഇപ്പം കരിനീല കണ്ണുള്ള പെണ്ണെ നിന്റെ കവിളത്തു ഞാനൊന്നു നുള്ളി, ആ ലാളിത്യം മറ്റു പാട്ടിന്, ക്ലാസിക്കൽ ടച്ചുള്ള പാട്ടിന് കിട്ടിയോണമെന്നില്ല. അപ്പം ഇങ്ങനത്തെ പാട്ട് ഇഷ്ടപ്പെടുന്ന ജഡ്ജസ് ഇരിക്കുമ്പോഴേ ലളിതഗാനം ഇങ്ങനത്തെ പാട്ട് പാടുന്ന കുട്ടികൾക്ക് പൈസ കിട്ടുള്ളൂ. അല്ലെങ്കിൽ അർദ്ധശാസ്ത്രീയ സംഗീതം വേറെ നോക്കേണ്ടി വരും. അങ്ങനെ കൊടുക്കാം. പക്ഷെ അങ്ങനെ ശരിക്കും ഏത് പാട്ടിലും ഏതെങ്കിലും രാഗം ഉണ്ടാവും. ശരിക്കും ആ ഒരു വേരിയേഷൻ, അല്ല എന്താ പറയാ, ഡിവൈഡ് ചെയ്യുന്നത് തന്നെ തെറ്റാ. ക്ലാസിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കീർത്തനം, അതിന്റെ രാഗാലാപനം, സ്വരം ഒക്കെ പാടുക. ദക്ഷിണാമൂർത്തി സ്വാമിയുടെ പാട്ടുകളിലൊക്കെ വേഗം അത് അദ്ദേഹം ചെയ്യുന്ന മിക്ക പാട്ടുകളും ഏതെങ്കിലും ഒരു രാഗത്തിന്റെ ഒരു കീർത്തനത്തിന്റെ ഒരു ഭാഗം തന്നെയായിരിക്കും. അപ്പം ഒരു കീർത്തനത്തിന് ആ രാഗഛായ ശരിക്കും കാണണം. ശരിക്കും രാഗഛായ കാണിക്കുക എന്നുള്ളതല്ല ഉദ്ദേശം. ഒരു എന്ത് പാട്ടുണ്ടെങ്കിലും ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ്. അതിന് ഇന്ന രാഗം വേണമെന്നില്ല. ഇപ്പൊ 2, 3 ഇപ്പൊ ഞാൻ തന്നെ ഇപ്പം ദാസേട്ടനെ കൊണ്ടൊരു പാട്ട് തരങ്ങണിക്ക് വേണ്ടി പാടിപ്പിച്ചിട്ടുണ്ട്. അത് അതിന്റെ പിന്നെ രചന നമ്മളെ അനീഷ് എന്താ പറയാ, ആശ്രയുള്ള ആളാ. അദ്ദേഹം രചിച്ചിട്ട് അദ്ദേഹം തന്നെ എന്റെ ക്യാമറയും രചനയും ഒക്കെ നിർവഹിച്ചിട്ടുണ്ട്. അയാൾ ഒരു ഓളിനോളാ. അപ്പം അദ്ദേഹം ഈ പാട്ടുണ്ട്, അതിൽ ഞാൻ 2-3 അന്യസ്വരങ്ങൾ ഇട്ടുണ്ട്. അപ്പൊ ഒരു പക്കാ രാഗമല്ല. അപ്പൊ അങ്ങനെ ചെയ്യാം. ഇപ്പൊ ദേവരായ മാഷ് ചെയ്യുമ്പോഴും മറ്റാര് ചെയ്യുമ്പോഴും പക്കാ രാഗം അല്ലാണ്ട് ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാതെ മാത്രമേ ഒരു പാട്ട് സംഗീതം ചെയ്യുന്നതിന് അറിയുള്ളൂ. അല്ലാണ്ട് നമ്മള് ഇന്ന രാഗത്ത് തന്നെ വെക്കണം. അത് പഠിച്ചതൊക്കെ നിയമം ഉണ്ടായിരുന്നു, പണ്ടൊക്കെ ഉണ്ടായിരുന്നു. രാഗഛായ വരും, ഒരുപക്ഷെ ഒരു പാട്ടിൽ തന്നെ പല രാഗത്തിന്റെ വരും രാഗഛായ വരും. കാരണം ഒരു രാഗം, ഈ ഇവിടെ ഉണ്ടായ രാഗങ്ങളൊക്കെ തന്നെയാണ് ഇപ്പൊ നമ്മൾ പാടുന്നത്. പഴയ പൂർവികര് ഉണ്ടാക്കി വെച്ച ത്യാഗരാജസ്വാമികളും ദീക്ഷിതരും ഇവരൊക്കെ ഉണ്ടാക്കി വെച്ച രാഗങ്ങൾ, പാട്ട്, കീർത്തനങ്ങൾ തന്നെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അത് അങ്ങോട്ടും കൂടി തിരിച്ചു മറിച്ചിട്ട് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. നന്നായിട്ടൊന്നും ചെയ്യുന്നില്ല. ഏറ്റവും വലിയ സംഗീത സംവിധായകരൊക്കെ അവരൊക്കെ തന്നെയാണ്. ഇതിപ്പോ ഞാനാണ് കേമൻ എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ ആൾക്കാർ നടക്കും. വിഡിത്തന്നേ പറയുള്ളൂ. വരും സാറിന്റെ വൈഫിനെ പരിചയപ്പെടാം, നന്ദിനി ചേച്ചി. സാർ അതുപോലെ പിന്നെ ഗായകനും കൂടിയാണല്ലോ, പിന്നെ എങ്ങനെ സംഗീത സംവിധാനത്തിലേക്ക് വന്നത്? അത് നമുക്ക് പിന്നണിയൊക്കെ പാടാൻ വലിയ മോഹമല്ലേ. നമ്മളെ വോയിസ് ഒന്നും ആരെയും കേൾക്കണം മോഹമാണ്. അപ്പൊ അങ്ങനെ പല ആൾക്കാരും അപ്രോച്ച് ചെയ്തു. അപ്പം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു പല അറിയപ്പെടുന്ന വലിയ സംഗീത സംവിധായകർക്ക് പോയിരുന്നു. അപ്പം അവർ 1-2 സംവിധായകർ നമ്മളെ നിരാശപ്പെടുത്തി. അതുപോലെ പാട്ട് മോശമായിട്ടൊന്നല്ല, പക്ഷെ അവർക്ക് കിട്ടേണ്ടത് വല്ലതും കിട്ടണം. അപ്പം എന്താ അറിയില്ല. അപ്പൊ 2-3 ആൾക്കാരെ വന്നപ്പോ ഞാൻ വെച്ചു, എന്തിനപ്പം ഓരോരുത്തരെ കാണാൻ പോണത്, ഈ പണി നമുക്കായിക്കൂടെ. അങ്ങനെയാണ് ഞാൻ പരത്തുള്ളി രവീന്ദ്രനെ കൊണ്ട് ഒരു 10 പാട്ട് ചോദിച്ചിട്ട്, എന്റെ അന്ന് മോള് ഉണ്ടായ സമയത്ത് ശാശ്വതി ദേവീക്ഷേത്രം എഴുതിയ ആളാ. അപ്പൊ അദ്ദേഹത്തെ പറഞ്ഞു എനിക്ക് 10 പാട്ട് വേണം എന്ന് പറഞ്ഞത്. അദ്ദേഹം 8 പാട്ടാറ്റം എഴുതി തന്നു. അങ്ങനെയാണ് ദേവി ഭക്തികാനായിരുന്നു. അപ്പൊ ദേവി ശാശ്വതി, മോളെ പേര് ശാശ്വതി എന്നല്ലേ. അപ്പൊ ദേവി ശാശ്വതി എന്ന പേര് പറഞ്ഞ അന്ന് ഞാനൊരു പാട്ട് 8 പാട്ട് ഒരു കാസറ്റ് ചെയ്തു, ഞാൻ പാടി. അപ്പൊ ഇതുകൊണ്ടാണ് നമുക്ക് മറ്റാരെങ്കിലും നമുക്ക് അവസരം തന്നിരുന്നെങ്കിൽ ഞാൻ അങ്ങനെയുള്ളൂ. പിന്നെ ഞാൻ ആരും അപ്രോച്ച് ചെയ്യാൻ പോയില്ല. കാരണം ഈ രംഗത്ത് അങ്ങനെയാണ്. നമുക്കൊരു അവസരം കിട്ടുമെങ്കിൽ നമ്മൾ പലതും അതങ്ങനെ, അത് അവസരം തേടി പോകുന്ന ആൾക്കാർക്ക് അറിയാം, അനുഭവങ്ങൾ അറിയാം. അതുപോലെ ഒരു വിക്ടിം തന്നെ ഞാനും. അതുകൊണ്ട് പിന്നെ ഞാൻ പോയില്ല. അപ്പൊ അത് കേട്ട് ഓരോരുത്തർ വിളിക്കാൻ വേണ്ടി പിന്നെ ശബരീശ്വരം എന്നൊരു കാസറ്റ്, അതും നമ്മളെ പിണറായി ഒരു നമ്പൂരുണ്ടായിരുന്നു, ശബരിമല മേശാന്തി ആയിരുന്ന ശങ്കരനാരായണ നമ്പൂരി. അപ്പൊ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു 10 പാട്ട് വേണം അയ്യപ്പന്റെ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അദ്ദേഹം 10 പാട്ട് വന്നു. അത് സംഗീതം ചെയ്ത് ഞാൻ പാടി. അത് ഒരൊറ്റ ദിവസം കൊണ്ടാണ് 10 പാട്ട് റെക്കോർഡ് ചെയ്തത് കോഴിക്കോട് നിന്ന്. പിന്നെ വീണ്ടും അത്
പിന്നെ ട്രാക്ക് കറക്റ്റ് ചെയ്ത് പാടാനുള്ള ഒരു സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നില്ല. അപ്പം ആ ട്രാക്ക് എങ്ങനെയാണോ എടുത്തത് അങ്ങനെ തന്നെ പാടി. പക്ഷെ അത് നല്ല അഭിപ്രായം ഉണ്ടായി. ശബരീശ്വരം അതെല്ലാം സാറല്ലേ പാടി? അതിൽ ഒക്കെ ഞാൻ പാടി. അതില് എന്താ മണ്ഡലം വന്നല്ലോ മണിമാലയണിഞ്ഞല്ലോ വൃശ്ചിക മാസ പുലരിയിൽ പൂക്കും നാമമുണർന്നല്ലോ സ്വാമി ഗീതമുണർന്നല്ലോ. അങ്ങനെ തുടങ്ങിയിട്ട് ഒരു 10 പാട്ടുണ്ടായിരുന്നു. അത് കേട്ടാണ് ആളുകൾ പിന്നെ എനിക്ക് അവസരം തന്നത്. അപ്പം ചില ആൾക്കാർ പറയും നിങ്ങൾ പാടിക്കുമെന്ന് പറയും. ചില ആൾക്കാർ ഒരു 2 പാട്ട് ജയേന്ദ്ര പാട്ടെ, 2 പാട്ട് മധുമാലക്ഷ്മൻ പാട്ടെ. അപ്പൊ അങ്ങനെ എനിക്ക് എന്ത് ഗുണമുണ്ടായി? അതുകൊണ്ട് എനിക്കും പാടാൻ കഴിഞ്ഞു, എനിക്ക് മറ്റുള്ളവരെ കൊണ്ട് പാടിപ്പിക്കാനും കഴിഞ്ഞു. സംഗീത സംവിധായകനുണ്ട്, അങ്ങനെ ഉണ്ട്. ഇപ്പോഴും അങ്ങനത്തെ സംഭവിക്കുന്നുണ്ട്. ചില ആൾക്കാർ എന്നോട് പാടിക്കോളം പറയും, ചില ആൾക്കാർ മറ്റുള്ള പാട്ട് അറിയും. അപ്പൊ 2 വിധത്തിലും എനിക്ക് പാടിപ്പിക്കാനും പാടാനും ഒരു ഇത് തോന്നുന്നു. മിക്ക സംഗീത സംവിധായകരും വിളിക്കില്ല. കാരണം നമ്മൾ സംഗീതം ചെയ്യുന്നതുകൊണ്ട് മറ്റ് സംഗീത സംവിധായകരെ നമ്മളെ പ്രോത്സാഹിപ്പിക്കില്ല. കാരണം അങ്ങനെയാണ് മനസ്സിലാക്കാൻ. ഒരു പട്ടിക്ക് മറ്റൊരു പട്ടിയെ കണ്ടുകൂടാന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പം വേണ്ട, നമ്മളൊക്കെ ആരെയും വിളിക്കുന്നുണ്ടെങ്കിൽ വിളിക്കട്ടെ, അപ്പൊ പാടാം, ഇല്ലേ വേണ്ട, ഇവിടെ കുട്ടികളെ പാട്ടും പഠിപ്പിച്ചാൽ കൂടാം. അങ്ങനെ ആ ചിന്തയിൽ എനിക്ക് മത്സരിക്കാൻ വയ്യ. അതുകൊണ്ടാണ്. മത്സരിക്കാൻ വേണമെങ്കിൽ നമുക്ക് ഫൈറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ അവസരം തേടി പിടിക്കാം. അത് വേണ്ട, അതെ. ഇതിപ്പോ സമാധാനം ഉണ്ട്. നമുക്കൊരാള് ഇഷ്ടപ്പെട്ടാണ് നമ്മളൊരു അവസരം പറയണത്, ഇന്ന പാട്ട് സംഗീതം ചെയ്യൂ, ഇല്ലേ പാടൂ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ്. അപ്പം ആ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് പാടും ചെയ്യാം, പ്രശ്നമില്ല. ആരെക്കൊണ്ടും ഇഷ്ടപ്പെടുത്തേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ മറ്റൊരു പാട്ടുണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്. അത് ചേച്ചിയെ മനസ്സിൽ കണ്ടിട്ടാണോ സാറ് പാടി അറിയാം, നല്ല ഫീലിൽ പാടിയൊരു പാട്ട്. രാത്രി മുഴുവൻ മഴയായിരുന്നു പ്രിയ കാമുകിയെ ഓർത്തു ഞാനിരുന്നു. അത് നയൽ പാടുന്നുണ്ട് നന്നായിട്ട്. നയനം എന്ന സിനിമയില് മഞ്ചേരി ചന്ദ്രേട്ടനാണ് അതിന്റെ പ്രൊഡ്യൂസർ. അപ്പം ആ പടത്തില് ഒരു പാട്ട് വേണം. സിനിമയല്ല, അത് ശബരി കെ അയ്യപ്പൻ അദ്ദേഹം എഴുതിയ പാട്ടാണ്. അത് മലപ്പുറം കോളേജിൽ പ്രൊഫസർ ആയിരുന്നു. അതിൽ ആ മഴത്തുള്ളി വീണ ശബ്ദം പോലും വളരെ രസമായിട്ട് അതൊന്ന് പാടുക രണ്ടുപേരും. രാത്രി മുഴുവൻ മഴയായിരുന്നു പ്രിയ കാമുകിയെ ഓർത്തു ഞാനിരുന്നു വാനത്തിൻ കൈവിരൽ വാനത്തിൻ കൈവിരൽ മഴയായി ഭൂമിയെ തൊട്ടു ചേർന്നലിഞ്ഞപ്പോൾ സുഖമായിരുന്നു. നല്ലൊരു പാട്ട്. അത് നമ്മുടെ ചില വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് അറിയാണ്ട് അങ്ങ് ഒരു ട്യൂണ് വരും. അപ്പൊ വാക്കുകളാണ് എന്റെ അഭിപ്രായത്തില് മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ ആ വാക്കുകൾ കണ്ടാണ് നമ്മൾ ട്യൂൺ വരുന്നത്. അതുപോലെ ഇപ്പൊ സംഗീതം ഇട്ടതിന് ശേഷം എഴുതുന്നതാണോ എളുപ്പം, അതുപോലെ അല്ലെങ്കിൽ എഴുതിയതിനു ശേഷം സംഗീതം ചെയ്യുന്നതാണോ, ഏതാണത് എളുപ്പം? അങ്ങനെയൊന്നുമില്ല, വിഷമം ഒന്നുമില്ല. ഒരു ട്യൂൺ ചെയ്യാൻ പറയുമ്പോൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചുമരില്ലാണ്ട് ചിത്രം എഴുതുന്നവരെ ഒരു ട്യൂൺ ഉണ്ടാക്കും. പിന്നെ കഷ്ടപ്പെടുന്നത് അത് ലിറിക്സ് എഴുതുന്നയാളാ. ആ പാട്ടിന്റെ പോക്കിനനുസരിച്ച്, അതായത് എന്ന് പറയുമ്പം നിന്നെ കണ്ടു ഞാൻ, അത് എഴുതിയയാൾക്ക് അതിന് ആപ്റ്റായിട്ടുള്ള ആ സംഗീതത്തിന് ആപ്റ്റായിട്ടുള്ള ഒരു വാക്ക് കണ്ടുപിടിക്കാനുള്ളതാണ്. പക്ഷെ എഴുതിയിട്ട് ചെയ്യുമ്പോ എല്ലാവരും ആ ഒരു മീറ്ററിൽ എഴുതി കിട്ടണ്ടേ? കിട്ടും, അത് കിട്ടും. മീറ്റർ അല്ലാത്ത പാട്ടും എനിക്ക് സംഗീതം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് വാക്കുകൾ മീറ്ററിൽ അല്ലെങ്കിലും സംഗീതത്തിലൂടെ അത് മീറ്ററിലാക്കാം, അങ്ങനെ കൂടെ ഉണ്ട്. പക്ഷെ എഴുതി കിട്ടുമ്പം ഇങ്ങനെ ട്യൂൺ ചെയ്യുമ്പം അതിനനുസരിച്ച് അവര് ബുദ്ധിമുട്ടും എന്നേ ഉള്ളൂ. അതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു സംശയം. പിന്നെ ഇപ്പൊ അന്യഭാഷയിലുള്ള സംഗീത സംവിധായകര് നമ്മള് മലയാളത്തിൽ എഴുതിയിട്ടുള്ള രചനകൾക്ക് അവര് സംഗീതം ചെയ്യുമ്പോ ഈ വാക്കുകളുടെ അർത്ഥം എന്താന്ന് അവർക്ക് അറിയില്ലല്ലോ, അത് എവിടെ മുറിക്കണം എന്നുള്ളത്. അങ്ങനെ വരുമ്പോ ആ ഒരു പാട്ടിനൊരു ഒരു വൈകല്യം, അപാകത നമ്മൾ ധാരാളം ഫീൽ ചെയ്യും. ഭാഷ അറിയുന്ന നമുക്ക് ഫീൽ ചെയ്യും, അവർക്ക് അറിയില്ല. എന്നൊക്കെ വായിച്ചിട്ടുണ്ടല്ലേ? നല്ല മ്യൂസിക്കാണ്, നല്ല മ്യൂസിക്കാണ്. പക്ഷെ മ്യൂസിക്കിന് ശേഷം എഴുതുന്നത് നല്ലത് തോന്നും. അല്ല, അവരൊക്കെ ലാല എന്നിട്ട് കൊടുക്കുക, അതാണ് മേലെ പൂമല. പിന്നെ അങ്ങനെ വന്നു പോകും. ഞാനൊരു പാട്ടാണ് ധ്വനി എന്നുള്ള സിനിമയില്, അത് നൗഷാദാണ് അതിന്റെ സംഗീതം. അത് യൂസഫ് അലി കേച്ചേരി എഴുതി തോന്നുന്നുണ്ട്. ആൺകുയിലേ എന്ന് പറഞ്ഞൊരു പാട്ട്, ആൺകുയിലേ തേൻകുയിലേ എന്ന് പറയുമ്പോ നല്ലതാണ്, വരികളും നല്ലതാണ്. പക്ഷെ അത് വാക്കിന്റെ അർത്ഥം അവർക്ക് അറിയായിരുന്നെങ്കിൽ അവർക്ക് ഈ വാക്കിനെ അതിനനുസരിച്ച് ട്യൂൺ
ഓൾറെഡി ചെയ്ത ട്യൂൺ തന്നെ മാറ്റി ചെയ്യായിരുന്നു, അതെ അതാ ഞാൻ ചെയ്യാൻ പറ്റും. പറഞ്ഞത്. പക്ഷെ അത് സമ്മതിക്കൂല അവര്. കാരണം ആൺകുയിലെ ഇതിന്റെ അർത്ഥം ശരിക്ക് സംഗീതം ചെയ്ത ആൾക്കാർ അറിയില്ല. കുയിലെ എന്നുള്ള വേർഡ് മുറിക്കുമ്പോഴേ അതെ. അതിലൊരു അഭംഗി. അതെ അതെ. അതാണ്. പക്ഷെ അവർക്ക് അത് ഭംഗിയായിട്ട് തോന്നുള്ളൂ. അതെ നമുക്കാണ് ഭാഷ അറിയുന്ന നമുക്ക് അത് ഭംഗിയായിട്ട് തോന്നി ചെയ്യും. അതെ അതെ. അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. അപ്പൊ പുറത്തുനിന്നുള്ള ഭാഷയുള്ള ആളുകള് ചെയ്യുമ്പോ ഒരു പക്ഷെ മ്യൂസിക് ഇട്ടതിന് ശേഷം എഴുതും നന്നായിരിക്കും അതെ അതെ അതെ. അല്ലേ? അല്ല, മ്യൂസിക് ചെയ്താലും അവരെ മനസ്സിലുള്ളല്ലേ ഉള്ളൂ. നല്ലൊരു വാക്ക് കൊടുത്താലും വാക്കിന്റെ അർത്ഥം അറിയാത്തിടത്തോളം കാലം അവർക്ക് തോന്നിയ പോലെ അവർ ചെയ്യുള്ളൂ. അങ്ങനെ പ്രശ്നമുണ്ട്. യേശുദാസിനെ കൊണ്ട് പാടിപ്പിച്ചു എന്ന് പറഞ്ഞല്ലോ. ആ. അപ്പൊ കൂടെ ഒരു കുട്ടി പാടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ, ആ. അതാരാണ്? അതായത് പുതിയൊരാളെ കൊണ്ട് പാടിപ്പിക്കാൻ ഒന്നെങ്കിൽ ഡയറക്ടറോ പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ ആരാണോ അധികാരി അവർ പറയണം. അല്ലെങ്കിൽ എനിക്ക് ഇന്നൊരാളുണ്ട് പാടിപ്പിക്കുക എന്ന് പറയാനുള്ളൊരു കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു സ്ഥാനം നമുക്ക് ഉണ്ടാവണം. അതില്ലെങ്കിൽ അവര് പറയുന്ന ആൾക്കാരെ പാടിപ്പിക്കാം. ഈ ദാസേട്ടനെ കൊണ്ട് പാടിപ്പിച്ച ദാസേട്ടൻ പാടിയ പാട്ടില്ലല്ലോ തനിച്ചൊന്ന് കാണാൻ, അതിൽ ദീപ്തി ദാസ് എന്ന കുട്ടി പാടിയുണ്ട്. അത് അനീഷ് നായരുടെ ഒരു ഫ്രണ്ടാണ്. അപ്പൊ അനീഷ് നായർ പറഞ്ഞിട്ട്, അപ്പം അതിന് പ്രൊഡ്യൂസർ അതിന്റെ ലിറിക്സ് ഒക്കെ എഴുതിയ ആള് അനീഷ് നായരാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടാണ് ദീപ്തി ദാസിനെ കൊണ്ട് പഠിച്ചത്. ആ കുട്ടി നന്നായിട്ട് പാടിയിട്ടുണ്ട്. അപ്പം പുതിയ കുട്ടി തന്നെ പുതിയല്ല, അത് നന്നായി പാടുന്ന കുട്ടിയാ. വേറെയും കുറെ പാടിയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ദാസേട്ടന്റെ കൂടെ കുട്ടി പാടിയിട്ടില്ല. അത് ഭാഗ്യ കുട്ടി കിട്ടി. അപ്പൊ അത് അനീഷ് നായർ പറഞ്ഞുകൊണ്ടാണ് ആ കുട്ടിയെ, ദീപ്തി ദാസ് കോഴിക്കോട്ടുള്ള കുട്ടിയാണ്, നന്നായി പാടിയിട്ടുണ്ട്. ഇപ്പൊ ദാസേട്ടനെ കൊണ്ട് പാടിപ്പിക്കാനുള്ള ഒരു അവസരം ലഭിച്ചതാണ് മഹാഭാഗ്യം. പുതിയ ഏതെങ്കിലും ഗായകരെ അവതരിപ്പിച്ചിട്ടുണ്ട്? അത് ദാസേട്ടനോട് പാടിപ്പിക്കാൻ എന്റെ ഫ്രണ്ട് അനീഷ് നായർ എന്ന് പറഞ്ഞല്ലേ, അദ്ദേഹം പറഞ്ഞു ശിവദാസേട്ടൻ എന്നെ മാഷ് എന്ന് വിളിക്കുക, നിങ്ങൾ എല്ലാവരെ കൊണ്ടും പാടിപ്പിച്ചല്ലോ, അറിയപ്പെടുന്ന ജയേന്ദ്രൻ, സുജാത, ചിത്ര, ബിജു നാരായണൻ, മധുഭാഷ എല്ലാരും പാടിയല്ലോ. അപ്പൊ ദാസേട്ടനെ കൊണ്ട് ഒരു പാട്ട് പാടിപ്പിക്കാൻ എന്നെ കൊണ്ട് സംഗീതം ചെയ്യിപ്പിക്കണം മോഹത്തിന്റെ മുകളിൽ ചെയ്യിച്ചതാണ്. അങ്ങനെയാണ് ദാസേട്ടൻ പാടിയത്. അപ്പൊ ദാസേട്ടൻ പാടിയോണ്ട് അത് അങ്ങ് കേറി അറിയപ്പെട്ടു എന്നർത്ഥം. പിന്നെ ആരെങ്കിലും ഒരു പ്രൊഡ്യൂസറാണല്ലോ തീരുമാനിക്കുന്നത് ആരെ കൊണ്ട് പാടിപ്പിക്കണം എന്നൊക്കെ. അപ്പൊ എന്നോട് എന്റെ അടുത്ത് സംഗീതം ചെയ്യാൻ പറയുമ്പം നിങ്ങൾ പാടിക്കോളൂ, അല്ലെങ്കിൽ അവർക്കും അറിയപ്പെടുന്ന ആൾക്കാർ വേണം, പുതിയ ആൾക്കാരോട് പാടിപ്പിച്ചോളന്നില്ല. അപ്പൊ അവരൊരു പുതിയ ആൾക്കൊണ്ട് പാടിപ്പിക്കാൻ പറയുകയാണെങ്കിൽ ചെയ്യാം, അത്രേ ഉള്ളൂ. ഇപ്പം ഒരു സിനിമ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്, തെക്കുഭാഗത്തുനിന്ന് ഒരാൾ വന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും അതില് അവര് പാടണം എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നോട് സംഗീതം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവർ വിളിച്ചിട്ടില്ല, വിളിക്കുമായിരിക്കാം. അപ്പം അവര് പറഞ്ഞ കുട്ടിയെ കൊണ്ട് ആളെ കൊണ്ട് നമ്മൾ പാടിപ്പിക്കും, ആപ്റ്റ് ആണെങ്കിൽ, ശ്രുതിക്ക് ചേർത്ത് പാടാൻ കഴിവുള്ള ആൾക്കാരാണെങ്കിൽ. കാരണം ആൾക്കാർ കേൾക്കുന്നല്ലേ, നന്നാവണല്ലോ. സാറിന്റെ കീഴിൽ പുതിയ ഗായകരൊക്കെ വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതുവരെ സംഗീതമായിട്ട് ബന്ധപ്പെട്ട എനിക്ക് ഇന്നയാളെ കൊണ്ട് പാടിപ്പിക്കണം എന്ന് പറയാൻ വയ്യല്ലോ. പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഡയറക്ടർ തീരുമാനിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവര് തരുന്ന ആളെ കൊണ്ട് നമ്മൾ പാടിപ്പിക്കാനുള്ളതാണ്. ഭക്തിഗാനങ്ങൾ പാടുമ്പോ സാറിന് പ്രത്യേകിച്ച് ഒരു ഫീൽ തന്നെ ഉണ്ടല്ലോ. തിരുമാന്താംകുന്നിലെ അമ്മയുടെ ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. എന്തുണ്ട് എനിക്കുണ്ട്, PC അരവിന്ദേട്ടന്റെ. അത് അതിന്റെ ഒരു 2 വരി. അത് അരവിന്ദേട്ടൻ അദ്ദേഹത്തിന്റെ 60ാം പിറന്നാളിന് 60 പാട്ട് ഇറക്കിയ. അപ്പൊ എന്നോട് പറഞ്ഞു ഒരു കവിത ഉണ്ട്, അതൊന്ന് ട്യൂൺ ചെയ്ത് ചോദിക്കാനാണ്. അപ്പൊ ട്യൂൺ ചെയ്തെടുത്തു. അപ്പം ദാസേട്ടൻ കൊണ്ട് പാടിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ മകനാണ് പറഞ്ഞിരിക്കുന്നത്, ഇതിനി ദാസേട്ടൊന്നും പറഞ്ഞിട്ട് ഇതിനെ മുന്നോട്ട് പറഞ്ഞു. അങ്ങനെ എന്റെ വോയിസ് അതിൽ നിൽക്കാൻ ഭാഗ്യം. 61ാമത്തെ പാട്ട് അത് നല്ല പാട്ടാണത്. അല്ല, അത് അദ്ദേഹത്തിന്റെ ഫീൽ, അദ്ദേഹത്തിന്റെ ജന്മം മുഴുവൻ, ഈ അദ്ദേഹത്തിന്റെ സാഹിത്യം മുഴുവൻ, അദ്ദേഹത്തെ മുഴുവൻ ദൈവിക്ക് അർപ്പിക്കുന്നതാണല്ലോ. അതെ അതെ, അത് അർപ്പണം ആണ്. അത് എന്തുണ്ടെനിക്കെന്റെ മാന്ധാചലേശ്വരി എന്റെ എന്നോതി തൃക്കാൽക്കൽ അർപ്പിക്കുവാൻ, അങ്ങനെ പാട്ട്. എന്തുണ്ട് അത് സമർപ്പണം. എല്ലാം എന്റെ എന്താ സാഹിത്യവും എന്റെ ധനവും എന്റെ മക്കളും എല്ലാം അവിടേക്ക് ഞാൻ എനിക്ക് എന്താണുള്ളത് അങ്ങനെ ഒരു അർത്ഥത്തില് നല്ല നല്ല വരികളായിരുന്നു. പിന്നെ ദൂരദർശനിലൊരു ഒരു പാട്ട് പാടിയുണ്ട്, ആലത്തിയൂർ അമ്പലനടയിൽ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്. ദൂരദർശനില് കുറെ പാട്ട് പാടിയുണ്ട്, ശ്രദ്ധയിൽപ്പെട്ട ഒരു പാട്ടാണിത്. അത് ചുവല കൃഷ്ണൻകുട്ടിയേട്ടന്റെ. ചുവല കൃഷ്ണൻകുട്ടിയേട്ടൻ എന്റെ ഒരു ബന്ധും കൂടിയാ. എന്റെ ഏടത്തമ്മയുടെ ഒരു ഏടത്തിയാണ് ചുവല കൃഷ്ണന്റെ ഭാര്യ സരസ്വതി. അവരുടെ തുളസി തീർത്ഥത്തിലെ പാട്ട്. അതെ അതെ അതെ. അതെ, അപ്പം കൃഷ്ണന്റെ പാട്ട് ഞാൻ ദൂരദർശനിന് വേണ്ടിയിട്ട് ദൂരദർശനിൽ ആദ്യമായിട്ട് ആൽബം ചെയ്ത് ഞാനാണ്. അതില് ചിങ്ങമണിത്തന്നെ ചിങ്ങപ്പൂക്കൾ വിഷുക്കൈനീട്ടം, അതില് ചുവല കൃഷ്ണന്റെ പാട്ടായിരുന്നു മുഴുവൻ. അതിൽ ഞാനും പിന്നെ രേണുകരിച്ചൊരു പാട്ട് പാടിയിട്ടുണ്ട്. പിന്നെ ഞാൻ അപ്പൊ സംഗീത പാടിയാണ്. അപ്പം അതിൽ ദൂരദർശനിൽ പാടിയത് ഏതാ പറഞ്ഞ അത് ആലത്തിയൂർ അമ്പലത്തെ കുറിച്ചുള്ള പാട്ടാണ്. ആലത്തിയൂരമ്പല
നടയിലെത്തുമ്പോൾ ആരോ വിളിക്കുന്ന പോലെ, എന്നെ മാടി വിളിക്കുന്ന പോലെ, മന്ദം മന്ദം വീശും തെന്നലാണോ അതോ എൻ്റെ മനസ്സിലെ തോന്നലാണോ? അത് ഹനുമാനാണ്, ശ്രീരാമനാണ് എന്നെ വിളിച്ചൊന്നല്ല. വീശുന്ന കാറ്റാണോ അതോ എന്റെ തോന്നലാണോ? ഒരു താത്വിക ഒരു കാറ്റടിക്കുമ്പോൾ തന്നെയാണ് ഇതിന്റെ ഒരു മ്യൂസിക്. അതെ അതെ അതിന്റെ മ്യൂസിക് ചെയ്തുതരാൻ ഞാന് ആണല്ലേ ആ പാടിയതും? അത് പാടി ഞാൻ തന്നെ. അതെ അതെ. അതില് നല്ല ബിജു പാട്ടാണ്. നാരായണനും ആ. അത് മധുഭാഷണം അതുകൊണ്ട് രണ്ടു മൂന്ന് പാട്ട് അവരും പാടിയിട്ടുണ്ട്. ബാക്കിയൊക്കെ ഞാനും പാടിയിട്ടുണ്ട്. ശരിക്കും ഈ പാട്ട് പാടുമ്പോ എന്താ പറയാ, പല്ലിന് ഒരു എന്താ പറയാ ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു ഇതുണ്ടല്ലേ, ഒരു റോളുണ്ട് പല്ലുകൾക്ക് എന്ന് പല്ലുകൾക്ക് പറയുന്നത്. വളരെ ഇതല്ലേ. പല്ല് അതാണല്ലോ ഇപ്പൊ സംസാരിക്കുമ്പോഴൊക്കെ പല്ലുകൾക്ക് ഒരു റോൾ ഉണ്ട്. പല്ല് കടിച്ചു തിന്നാൻ മാത്രമല്ല. അതെ അതെ. കാരണം ആ ശബ്ദത്തിലെ വ്യത്യാസം ശരിക്കും അറിയാൻ കഴിയും. താടിക്ക് ഈ ഷേപ്പിനൊക്കെ വ്യത്യാസം വരും. അത് നമ്മുടെ മുഖത്തിന്റെ ഷേപ്പിനും മൂക്കിനും ഒക്കെ ഈ വോയിസിനെ സ്വാധീനിക്കും. അനുനാസികം കൂടുതൽ വോയിസ് വരുന്ന എങ്ങനെയാ? നാഭി ഹൃദ് കണ്ഠരസന, അതാണ് വോയിസിന്റെ ഘടന. ചേച്ചി എങ്ങനെ പിന്നെ പഠിക്കുന്ന കാലത്ത് എനിക്കറിയാം പ്രണയവാഹായി എന്നുള്ള എനിക്കറിയാം. അപ്പൊ ഈ പാട്ടുകൾ തന്നെയാണോ നമ്മൾ സ്വാധീനിച്ചിട്ടുള്ളത്? അത് പ്രണയത്തിന് ഒരു കാരണം നമ്മൾ കണ്ടെത്താൻ പറ്റില്ല. എന്തെങ്കിലും ഒരു പോയിന്റ് ആയിരിക്കും. ആ പോയിന്റ് എന്നാ നമ്മൾ തിരിച്ചറിയാൻ പറ്റില്ല. പിന്നെ നമ്മൾ പറയും അതുകൊണ്ടാണ്, കണ്ടിട്ടാണ്, നടത്തം കണ്ടിട്ടാണ്, അല്ലെങ്കിൽ കണ്ണുകൾ കണ്ടിട്ടാണ്, ശബ്ദം കേട്ടിട്ടാണ്. ഒന്നല്ല, എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. കാരണം ആ പ്രായം എങ്ങനെയാണ്, ഒരു 10, 18, 19, 20 വയസ്സ് നമ്മളെ മനസ്സിൽ കുറെ സങ്കല്പങ്ങൾ ഉണ്ടാവും, പ്രണയ സങ്കല്പങ്ങൾ ഉണ്ടാവും. അത് നമ്മുടെ കഥകളിലൂടെയോ സിനിമ കണ്ടിട്ടോ ആരെങ്കിലും പറഞ്ഞു കേട്ടോ ഒക്കെ ആയിരിക്കും. അതൊന്നും റിയൽ അല്ല, മറ്റുള്ള പ്രേരണകളിൽ നിന്നുണ്ടാവുന്ന ഭാവങ്ങളാണ്. അപ്പൊ അതിന് ഒത്തു വരുന്ന ഒരു ഫിഗറിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ശബ്ദം കേൾക്കുമ്പോൾ ചില ആൾക്കാർ പാട്ട് കേട്ട്, അപ്പം പക്ഷെ പാട്ടിനോട് താല്പര്യമുള്ള ആളായിരിക്കും, അപ്പൊ പാട്ട് കേട്ടായിരിക്കും. ചില ആൾക്കാർ ഫിസിക്കൽ സൗന്ദര്യമായിരിക്കാം, അപ്പൊ അവരെ മനസ്സിലുള്ള ഫിസിക്കൽ സൗന്ദര്യം ഉള്ള ഒരു വ്യക്തിയെ കാണുമ്പം അത് ഇഷ്ടപ്പെടുന്നു. അതേ ഉള്ളൂ. പിന്നെ ആ ഇഷ്ടം അങ്ങോട്ട് പിന്നെ അത് സ്വന്തമാണെന്ന് കാണുമ്പോൾ പിന്നെ നമ്മൾ അതൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കും. പിന്നെ എന്ത് പ്രശ്നങ്ങൾ തമ്മിൽ അടിയുണ്ടെങ്കിലും അവർക്ക് ആ ഇത് മനസ്സിൽ നിൽക്കും. അതാ ആ മനസ്സിൽ നിൽക്കണം, അല്ലെങ്കിൽ അവിടെ അർത്ഥമില്ല. അത് ഇട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആ പ്രേമത്തിന് അല്ലെങ്കിൽ സ്നേഹത്തിന് അർത്ഥമില്ല. പ്രേമം എന്ന് പറഞ്ഞാൽ പിന്നെ സ്നേഹമായി മാറുക. പ്രേമ സ്നേഹം വ്യത്യാസമാണ്. അതെ, പിന്നെ സ്നേഹമായിട്ടാ. എന്റേത് എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് വ്യതിചലിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെയാണ്. എങ്ങനെയാ സാറിന്റെ സംഗീത ഇതിന് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഭക്ഷണത്തിൽ കൺട്രോൾ അങ്ങനെയൊക്കെ ഉണ്ടോ? ഭക്ഷണം വളരെ ലളിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കും. അപ്പൊ ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ. കുട്ടികള് ദൂരല്ലേ, ഞങ്ങൾ അങ്ങോട്ട് പോവയ്യ, അവർക്ക് ഇങ്ങോട്ട് വരാൻ സമയമില്ല. അപ്പൊ എന്താ വെച്ചാല് നമ്മള് ഞാനും കൂടെ അതിനനുസരിച്ചുള്ള ഭക്ഷണം, രണ്ടാൾക്കുള്ള ഭക്ഷണം വർഷങ്ങളായിട്ടുള്ള ശീലാണല്ലോ അല്ലേ അത്? അതെ, ദിനചര്യയായി. അതെ. എവിടെയും പോകുമ്പോ മാത്രമേ നമുക്കൊരു എന്തെങ്കിലും, എന്നാലും ശ്രദ്ധിക്കും. ഭക്ഷണത്തിൽ വളരെ ശ്രദ്ധിക്കും. ഭക്ഷണം നമുക്ക് ശ്രദ്ധിക്കേണ്ട വലിയൊരു ഘടകമാണ്. കാരണം അറിയോ, ഭക്ഷണത്തിലെ കൊഴുപ്പ്, എരു, പുളി ഇതൊക്കെ നമ്മളെ പാട്ടുപാടുന്ന ആളാണെങ്കിൽ ശബ്ദത്തിനെ അല്ലെങ്കിലും അവനവരുടെ ശരീരത്തിനെ ബാധിക്കും. അപ്പം ശരീരത്തിന് എന്ത് വേണമോ വേണ്ടയോ എന്ന് നമ്മൾ കണ്ടെത്തണം. അതാണ് ഭക്ഷണം. നമുക്ക് പറ്റില്ല, നമ്മളെ വയറിനും നമ്മുടെ ശരീരത്തിന് പറ്റില്ല എങ്കിൽ അതിനെ ഒഴിവാക്കുക. അത് നമ്മൾക്ക് അതിനുള്ള തിരിച്ചറിവ് ഉണ്ടാവണം. ഒരു ഡോക്ടർ പറഞ്ഞു എന്നോണ്ട് കഴിക്കണമെന്നില്ല. അപ്പൊ ഡോക്ടർ ചിലപ്പം ഇന്ന ഭക്ഷണം കഴിക്കേണ്ട എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമായിരിക്കും, നമുക്ക് ചേരും ചെയ്യും. അപ്പം ആ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് കുഴപ്പമുണ്ടാവില്ല. അപ്പം ഡോക്ടർ പറയുന്ന അവര് പഠിച്ചു വെച്ചൊരു സംഭവമുണ്ട്, അതിനെ കൂടെ പറയുള്ളൂ. അപ്പം നമുക്ക് തന്നെ നമുക്ക് എന്ത് വേണം തീരുമാനിക്കണം. ഇതൊന്നും പ്രശ്നമില്ലാത്ത ആളുകളുണ്ട്. ദാസേട്ടൻ വളരെ കൺട്രോൾഡ് ആണ്. പക്ഷെ SP ആണെങ്കിൽ എല്ലാം കഴിക്കുന്ന ആളാണ്. അത് എന്താ പറയുക, കഫപ്രകൃതി, നമ്മൾ ആയുർവേദം പറഞ്ഞ കഫപ്രകൃതി, പിത്തപ്രകൃതി എന്നൊക്കെ പറയുന്നത്. ഒരാളുടെ അത് മറ്റൊരാൾ ശരിയായിക്കൊള്ളുന്നില്ല. അതെ, അവനവന്റെ പ്രകൃതിക്ക്, ശരീരപ്രകൃതിക്ക് അനുസരിച്ച് അവനവന് ഭക്ഷണം കഴിക്കാം. ഇപ്പം ചിലക്കാർ ഇപ്പം ചെമ്പൈ ഭാഗവതരൊക്കെ തൈര് കൂട്ടി അടിച്ചിട്ട് നന്നായി പാടും, തൊണ്ട പോവില്ല. നേരിപ്പോ ദാസേട്ട ഇപ്പൊ തൈര് കൂട്ടി പാടിയോട്ടെ, അപ്പൊ ശബ്ദം കറവറയിലും. അപ്പൊ അവരവരുടെ നേച്ചറാണ്, ബോഡി നേച്ചറാണ്. അപ്പം ഭക്ഷണം അവനവന്റെ ശരീരം അവനവനെ അറിഞ്ഞ് ജീവിക്കാനുള്ളതാണ് മെയിൻ. ഭക്ഷണം ആണെങ്കിലും എന്തും അവനവനെ അറിഞ്ഞ് ജീവിക്കുക. ദാസേട്ടനെ കൊണ്ട് പാടിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പാട്ടൊന്ന് പാടാം. അനീഷ് നായരുടെ രചനയിൽ. ഓക്കെ. തനിച്ചൊന്നു കാണാൻ കൊതിച്ചു നിൻ മനസ്സിന്റെ ഉമ്മറക്കോണിൽ ഞാൻ വന്നു നിന്നു, മൗനത്തിൻ തഴുതിട്ട
വാതിലിൻ പിന്നിൽ നീ എന്തിനു മുഖം കുനിച്ചൊളിച്ചിരുന്നു, എന്തിനു മുഖം കുനിച്ചൊളിച്ചിരുന്നു. ചിത്രശിലാപ്പാളികൾ കൊണ്ടൊരു ശ്രീകോവിലകം ഞാൻ തീർത്തു. ചിത്രശിലാപ്പാളികൾ കൊണ്ടൊരു ശ്രീകോവിലകം ഞാൻ തീർത്തു. അതിൽ നിത്യമെനിക്കാരാധിക്കാൻ നിന്റെ വിഗ്രഹം കണ്ടെടുത്തു. ചിത്രശിലാപ്പാളികൾ കൊണ്ടൊരു ശ്രീകോവിലകം ഞാൻ തീർത്തു. ഞങ്ങൾക്ക് വേണ്ടുള്ള സംഗീതത്തെ കുറിച്ചിട്ടൊക്കെയുള്ള ഒരു കൂടുതൽ സഹകരിച്ചു തന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ജൂമിനൻസിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത എപ്പിസോഡ് കാണുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി. രാത്രി മുഴുവൻ മഴയായിരുന്നു, പ്രിയ കാമുകിയെ ഓർത്തു ഞാനിരുന്നു.